നമസ്കാരം. വി എസ് അച്യുതാനന്ദൻ എന്ന പൊതുപ്രവർത്തകനെ കണ്ടെത്തുന്നത് സഖാവ് കൃഷ്ണപിള്ള എന്നറിയപ്പെട്ടിരുന്ന പി കൃഷ്ണപിള്ളയാണ്. ആലപ്പുഴയിലെ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നതും പി കൃഷ്ണപിള്ള തന്നെയായിരുന്നു. അവിടുത്തെ സാധാരണക്കാരായ കർഷക തൊഴിലാളികൾക്കിടയിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ ആദ്യം പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ ഓരോ പടവുകളും കയറി എത്തുകയായിരുന്നു. അത് കഠിനമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളിലൂടെയും നിശ്ചയദാർഢ്യത്തോടും കൂടി തന്നെയുള്ള ആ പ്രവർത്തന ശൈലിയുടെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് പാർട്ടി അദ്ദേഹത്തിന് ഓരോ പദവിയും നൽകിയിരുന്നത്. ആലപ്പുഴ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പിന്നീട് 1980 മുതൽ 92 വരെ, ഒരുപക്ഷെ ആദ്യമായിട്ട് ഇറക്കി ഇത്രയും ദീർഘകാലം ഒരാൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത്. 12 വർഷത്തോളം അദ്ദേഹം പാർട്ടിയുടെ കേരളത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പിന്നീട് അദ്ദേഹം അതിനിടയിൽ 1985 CPM പോളിറ്റ് ബ്യൂറോ അംഗമായി, വളരെ ദീർഘകാലം അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമായി സേവനമനുഷ്ഠിച്ചിരുന്നു. പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും ഒരേ സമയം പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ചില പ്രശ്നങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടാകുന്നതും അന്ന് പാർട്ടി ഇവരുടെയൊക്കെ തന്നെ പേരിൽ അന്ന് അച്ചടക്ക നടപടി സ്വീകരിച്ചതും. എങ്കിലും CPM സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, അത് വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു. ദീർഘകാലം അദ്ദേഹം നിയമസഭാംഗവുമായിരുന്നു. 1967 വി എസ് അച്യുതാനന്ദൻ ആദ്യമായി നിയമസഭാംഗമായത്. പിന്നീട് അദ്ദേഹം 1970 നിയമസഭാംഗമായെങ്കിലും 77 പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം 91 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും വിജയിക്കുന്നതും. 1991 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നിയമസഭയിൽ ആദ്യം പ്രതിപക്ഷ നേതാവായിരുന്ന EK നായനാരാണ്. അദ്ദേഹം പിന്നീട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതിനെ തുടർന്നാണ് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാകുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് വളരെ ശക്തമായ രീതിയിൽ കടന്നു വരുന്നത്. പിന്നീട് വി എസ് അച്യുതാനന്ദൻ 2001 2011 ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ അതിശക്തമായ തോതിലുള്ള പല കാര്യങ്ങളും അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. ഐസ്ക്രീം പാർലർ കേസ്, ഇടവനർ കേസ് പോലെയൊക്കെയുള്ള സംഭവങ്ങളിൽ വി എസിൻ്റെ ഇടപെടൽ വളരെ ശക്തമായിരുന്നു. താൻ ഏത് കാര്യത്തിനെങ്കിലും മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതുവരെ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരിക്കുക എന്നുള്ളത് വി എസ് അച്യുതാനന്ദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറി എന്നുള്ളതിൽ വളരെ കർശന നിലപാടുകാരനായിരുന്ന അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹം സ്റ്റാലിനിസ്റ്റാണ് എന്ന് പോലും പലരും വിളിച്ച് വിമർശിച്ചിരുന്നപ്പോൾ പോലും പാർട്ടി ചട്ടം അനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന കാര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ വളരെ നിർബന്ധ ബുദ്ധിയുള്ള ഒരാൾ തന്നെയായിരുന്നു. അത് അവസാന നിമിഷം വരെ അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ പഴയ തലമുറയിലെ ജീവിച്ചിരിക്കുന്ന ഏക നേതാവ് എന്നുള്ള നിലയിൽ പോലും പുതിയ തലമുറയിലെ നേതാക്കൾക്ക് ഉണ്ടാകുന്ന അപഭ്രംശങ്ങളെയൊക്കെ തന്നെ അദ്ദേഹം ശക്തമായ തോതിൽ വിമർശിക്കുമായിരുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു നല്ല പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെയാണ് പെരുമാറിയിരുന്നതെന്ന് പലരും വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും സ്വന്തം പാർട്ടിയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അവർക്ക് നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന മറ്റ് ചില വ്യതിയാനങ്ങളെയൊക്കെ തന്നെ വി എസ് ശക്തമായ തോതിൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് എന്ത് നഷ്ടം സംഭവിച്ചാലും താനതൊന്നും കണക്കാക്കുന്നില്ല എന്നുള്ള മട്ടിൽ തന്നെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയപരമായ ഉയർച്ചയിലും വി എസ് അച്യുതാനന്ദൻ എന്ന അദ്ദേഹത്തിൻ്റെ നേതാവ് വലിയ തോതിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കും തർക്കമില്ലാത്ത ഒരു വിഷയം കൂടിയാണ്.